എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ രുചികരമായിട്ടുള്ള കാട മുട്ട റോസ്റ്റിൻ്റെ ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കാടമുട്ട ചേർക്കാം. കാടമുട്ട ഇങ്ങനെ പാക്കിൽ ഇവിടെ വാങ്ങിക്കാൻ കിട്ടിയതാണ്. മുട്ട പൊട്ടാതെ വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടത്തില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ പുഴുങ്ങിയെടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ സവാളയും കുറച്ച് കറിവേപ്പില, പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും എടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. നമ്മളിവിടെ ഒരു ചെറിയ തക്കാളി നന്നായിട്ട് പഴുത്തത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു. തക്കാളി ചേർത്തിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. സോയാ സോസ് നമ്മൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതീയിലിട്ട് നന്നായിട്ട് തന്നെ മുട്ട റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഫ്രഷായിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാടമുട്ട കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കോഴിമുട്ടയിലും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാടമുട്ട ഞാനിവിടെ വാങ്ങിച്ചത് ലിഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ്. അപ്പോൾ സ്വീഡനിലുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്